റേഷൻ വ്യാപാരികളുടെ വേതന വർധനവ് ഉടൻ നടപ്പാക്കണമെന്ന് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ. അരി ഇറക്കുന്നതിലെ പ്രശ്നങ്ങൾ കാരണം തൂക്കത്തിൽ വലിയ കുറവ് വരുന്നുണ്ട്. ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഞായറാഴ്ച കണ്ണൂരിൽ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. റേഷൻ വ്യാപാരികൾ വർഷങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കണമെന്ന് ഓൾ കേരള റീട്ടെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. റേഷൻ വ്യാപാരികളുടെ വേതനം പരിഷ്കരിക്കണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഇത് പരിഗണിക്കുമെന്ന ഉറപ്പ് സർക്കാർ നേരത്തെ നൽകിയിരുന്നതാണ്. എന്നാൽ ആ ഉറപ്പ് പാലിച്ചില്ലെന്നും അസോസിയേഷൻ ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ശക്തമായ സമരങ്ങളുടെ ഭാഗമായി താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ അടിസ്ഥാന വേതനം 18,000 രൂപയായി തീരുമാനിച്ചിരുന്നു. എന്നാൽ വിൽപ്പനയുടെ ശതമാനം അനുസരിച്ച് ഇതിൽ വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടുതന്നെ 18,000 രൂപ പലർക്കും കിട്ടുന്നില്ലെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഈ പ്രശ്നം പരിഹരിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇന്ന് റേഷൻ വ്യാപാരികൾ അനുഭവിക്കുന്ന ദുരിതം എന്ന് പറയുന്നത് നമ്മുടെ വേതന പാക്കേജ് വർദ്ധിപ്പിച്ച് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കമ്മീഷൻ നിലയിൽ നിന്ന് മാറി വേതനം ലഭിക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടിയുള്ള ഇടപെടൽ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് അന്ന് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ആ സംഭവം നടക്കുന്നത്. ആ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇടപെട്ട് അതിനൊരു ക്രോഡീകരണം ഉണ്ടാക്കിയിട്ടാണ് അടിസ്ഥാന വേതനം എന്നുള്ള നിലയിൽ 18,000 രൂപ നമുക്ക് ലഭിച്ചത്. ആ 18,000 ലഭിക്കുമ്പോൾ തീർത്തും അപര്യാപ്തമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞെങ്കിലും അതിന് ഒരു കേവലം 6 മാസത്തെ അവധി മാത്രമാണ് ഞങ്ങളോട് ഗവൺമെൻറ് പറഞ്ഞിരുന്നത്. 6 മാസത്തിന് ശേഷം അത് പുതുക്കി പണിയാം, അതിന് വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്താം. ഏതായാലും തുടക്കം എന്നുള്ള നിലയിൽ ഇതിൻ്റെ രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് 6 മാസത്തിന് ശേഷം മുന്നോട്ട് പോകാം എന്നാണ് പറഞ്ഞതെങ്കിലും ആ 6 മാസത്തിന് ശേഷം നമ്മൾ നിരന്തരം ബന്ധപ്പെട്ടെങ്കിലും ഇതുവരെയായിട്ട് അതിനൊരു മാറ്റം വന്നിട്ടില്ല എന്ന് മാത്രമല്ല അന്നുണ്ടായിരുന്ന ജീവിത സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. വലിയ വർധനവോടുകൂടി മാറ്റം വന്ന സാഹചര്യത്തിൽ ഇന്ന് റേഷൻ വ്യാപാരികൾക്ക് ഇത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ടും ഇത് ഗവൺമെൻറ് ഒരു ഇടപെടൽ നടത്തി വേതന വർധനവ് ഉണ്ടാക്കി തരുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് ഈ സമ്മേളന കാലഘട്ടത്തിൽ നമ്മുടെ സംഘടന ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൂക്കത്തിൽ വരുന്ന കുറവ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിൽക്കുകയാണ്. 50 കിൻഡൽ അരി വാങ്ങുമ്പോൾ 80 കിലോ വരെ കുറവ് വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. റേഷൻ കടയുടെ മുന്നിൽ തൂക്കി അരി ഇറക്കണമെന്ന ആവശ്യം ഇതുവരെ നടപ്പായിട്ടില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥർ വരുമ്പോൾ സ്റ്റോക്കിൽ വ്യതിയാനം കണ്ട് പിഴ ചുമത്തുന്ന പ്രശ്നവുമുണ്ട്. ഇത്തരം പ്രയാസങ്ങൾ റേഷൻ വ്യാപാരികൾ നേരിടുന്ന ഘട്ടത്തിലാണ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം നടക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 9:30 കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ ജില്ലാ സമ്മേളനം നടക്കും. സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ജില്ലാ പ്രസിഡന്റ് ബി സഹദേവൻ, സെക്രട്ടറി ടി.കെ. ആരിഫ്, സ്വാഗത സംഘം കൺവീനർ ഇ.പി. രത്നാകരൻ, ചെയർമാൻ കെ.ഡി. നാരായണൻ, ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി എൻ. സുരേശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.